മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ താഹാവൂർ റാണയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന മുൻ DGP ലോക്നാഥ് ബെഹ്റ. ഡേവിഡ് കോൾമാൻ ഹെഗ്ഡെയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുംബൈ ഭീകരാക്രമണത്തിൽ താഹാവൂർ റാണയുടെ പങ്ക് വ്യക്തമാകുന്നത്. ഹെഗ്ഡെയ്ക്ക് സഹായങ്ങൾ ഒരുക്കിയത് റാണയാണെന്നും ലോക്നാഥ് ബെഹ്റ പറയുന്നു. മുംബൈ ഭീകരാക്രമണം അന്വേഷിച്ച NIA സംഘത്തിൽ അംഗമായിരുന്നു അന്ന് ലോക്നാഥ് ബെഹ്റ. മുംബൈ ഭീകരാക്രമണം അന്വേഷിച്ച NIA സംഘം ഡേവിഡ് കോൾമാൻ ഹെഗ്ഡെയെ ചോദ്യം ചെയ്തപ്പോഴാണ് തഹാവൂർ റാണയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഭീകരാക്രമണത്തിന് ഒത്താശ ചെയ്തതിൽ തഹാവൂർ റാണയ്ക്ക് മുഖ്യ പങ്കാണുള്ളത്. ഇയാൾ കേരളത്തിലടക്കം എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. എന്നാൽ എന്താണ് ഇവിടെ ഇയാൾ ചെയ്തതെന്ന് അറിയില്ല. തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. നമ്മുടെ ഒരു സംശയങ്ങളും ഉണ്ടായിരുന്നു. ഈ തഹാവൂർ ഹുസൈൻ റാണയുടെ ആക്ച്വലി ഇയാൾക്ക് സഹായിക്കുന്ന ആരാണ്, തഹാവൂർ ഹുസൈൻ റാണയുടെ ഹാൻഡ്ലർ ആരാണ്, തഹാവൂർ ഹുസൈൻ റാണ ഇവിടെ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ, തഹാവൂർ ഹുസൈൻ റാണ പിന്നെ വേറെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ, ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എല്ലാ സംശയമായിട്ട് നിൽക്കാനായിരുന്നു. പക്ഷെ അത് അവരുടെ മറുപടി നമുക്ക് കിട്ടിയില്ലായിരുന്നു. നൗ ഇറ്റ് ഈസ് ടൈം. കാരണം ഇപ്പോൾ എക്സ്ട്രഡിഷൻ ആയി. ഈ ആളെ കിട്ടിയ ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കും. ഇയാളായിട്ട് സംസാരിച്ച നേരെ 1-to-1 സംസാരിച്ചാൽ മാത്രം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. തഹാവൂർ റാണയ്ക്ക് കനേഡിയൻ പൗരത്വം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇയാൾ പാകിസ്ഥാൻകാരനാണ്. ഏതൊക്കെ പരിശീലനങ്ങൾ റാണയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ടെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. അവരുടെ ഒരുപാട് ഫോൺ കോൾ പാകിസ്ഥാനിക്കുണ്ട്. അപ്പോൾ പാകിസ്ഥാനായിട്ട് എന്താ കണക്ഷൻ ആണോ അതോ ഈ കാര്യങ്ങളോ ഇപ്പോൾ അന്വേഷണം മാത്രം പറയുമല്ലോ. 14 വർഷത്തിനുപുറം തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്ന വിവരം സന്തോഷം നൽകുന്നതായും ബെഹ്റ പ്രതികരിച്ചു. മുംബൈ ഭീകരാക്രമണം അന്വേഷിച്ച NIA സംഘത്തിൽ അംഗമായിരുന്നു മുൻ DGP ലോക്നാഥ് ബെഹ്റ. ജനം, കൊച്ചി.